വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഗൈസ്, ഞാനാണെങ്കിൽ ഇന്ന് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ആണ് സുഹൃത്തുക്കളെ കളിക്കാൻ പോണ. ഞാനാണെങ്കിൽ ഇത് കുറച്ച് നേരത്തെ കളിച്ചിട്ടുണ്ട്. 16 ദിവസം ഞാൻ സർവൈവ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എന്തായാലും നേരെ പോയി കളിക്കാം. ഇവിടെ 5 പേരായി. ഇവിടെ ടെലിപ്പോർട്ടിങ് ആണ്. ഇവിടെ 5 പേരായി. നമുക്ക് പുതിയത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വന്നവര് വരട്ടെ. 2 പേര് കയറിയിട്ടുണ്ട്. ഇവനാണ് രണ്ടാമത് കയറി നോക്കി. 300 ദിവസം സർവൈവ് ചെയ്ത്. എന്നെക്കാട്ടും കൂടുതൽ ഇവന്മാര് സർവൈവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്മാർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും ഗൈസ്. ഞാൻ എന്തായാലും ലീവ് ചെയ്യില്ല. കാരണം ഇവന്മാര് ഇതണ്ട നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. മിക്കവാറും നമ്മൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ മാക്സിമം പറയുന്നത്, എനിക്ക് ഒരു കുട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ അവസാനിപ്പിക്കണ മുമ്പ് എനിക്ക് ഒരു കുട്ടിയിലെങ്കിലും രക്ഷിക്കണം. മറ്റേ ആദ്യത്തെ കുട്ടീന്റെ പേരെന്തോ ഡൈനോക്കിട്ട അങ്ങനെ എങ്ങാണ്ട് പോണു ഗൈസ്. ഞാൻ നോക്കട്ടെ, എനിക്ക് പേരൊക്കെ മറന്നുപോയി. വെറുതെ കളിച്ചപ്പോ ഓർമ്മ ഉണ്ടായതാ ഗൈസ്. ഞാൻ ക്യാമ്പർ ക്ലാസ് ആണ് എക്യൂപ്പ് ചെയ്തേക്കണ ഗൈസ്. ഗൈസ്, നമുക്ക് ഈ മരം വെട്ടാം. ഞാൻ ഇവിടെ കുറെ മരങ്ങളുണ്ട് ഗൈസ്. നമുക്ക് ആ മരങ്ങളൊക്കെ വെട്ടിയിട്ട് മാപ്പ് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ മരം വെട്ടണമെന്നൊന്നുമില്ല. എല്ലാരും ഇവിടെ മരം വെട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ മരം വെട്ടിയാൽ മതി. എന്നാലും മരം വെട്ടാൻ ഗൈസ്. എല്ലാരും മരം വെട്ടുമ്പോ ഞാൻ മാത്രം മരം വെട്ടാനിരിക്കുന്നത് മോശമല്ലേ ഗൈസ്. ഞാനും ഒരു മരം വെട്ടിയിട്ടുണ്ട്. ഈ മരം കൂടി വെട്ടാം. ഈ മരം കൂടി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമ്പ് ഫയറിൽ കൊണ്ടിടാം ഗൈസ്. ഇതെന്ത് പൊട്ടാക്സ് ആണ് ഗൈസ്. ഞാൻ കുറെ നേരം വെട്ടിയിട്ടൊക്കെയത് ഇതൊന്നും വീഴാണ് തന്നെ ഗൈസ്. ഞാനാണെങ്കിൽ ഇല്ലേ, പെട്ടെന്ന് തന്നെ എനിക്കൊരു ഗുഡ് ആക്സ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒന്നും ശരിയാവൂല. ഞാനത് ഫുള്ളാക്കട്ടെ ഗൈസ്. ഞാനത് ഫുള്ളാക്കിയിട്ടുണ്ട്. ഫുള്ളാക്കിയിട്ടില്ല, കുറച്ചും കൂടി വേണം. ഞാൻ കുറച്ചും കൂടി ഫുള്ളാക്കട്ടെ. ഇവന്മാരാണെങ്കിൽ ഇതൊന്നും ചെയ്യണില്ല. നമുക്കില്ലേ ഈ ബാസ്കറ്റ് ബോൾ ഇല്ലേ, ആ ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ നമുക്ക് ഈ ബാസ്കറ്റ് ബോളിന്റെ ആ സ്ഥലമില്ലേ, അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സാധനം ഡയമണ്ട്സ് കിട്ടും. ഞാൻ നിരട്ടെ ഉള്ളേന്ന് വാങ്ങിക്കട്ടെ ഗൈസ്. എനിക്ക് കിട്ടി ഗൈസ്. ഞാനത് അങ്ങോട്ടേക്ക് ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല ഗൈസ്, നടന്നില്ല ഗൈസ്. എനിക്ക് അത് ഇട്ടേ പറ്റൂ. വാശിയാണ് ഗൈസ്. അത് ഇടുമ്പോ നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടും. അതാണ് ഞാൻ ഇടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇന്നിട്ട് ഇട്ടിട്ട് ഇവിടെ പോകണ്ട്. എടുക്കട്ടെ ഗൈസ്. വീണാ മതിയായിരുന്നു. അങ്ങോട്ട് ഇടാം. ഗൈസ്, കുറച്ച് ദൂരത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം. അത് വീട്ടിൽ നടക്കൂലെന്ന് തോന്നണം. എന്താ ഗുഡ് സാക്ക് കിട്ടി ഗൈസ്. ആദ്യമേ നമുക്ക് ഗുഡ് സാക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി എന്താ ചെയ്യണ്ട, കുറച്ച് ബണ്ണീസിനെ കൊല്ലാം ഗൈസ്. ഞാൻ കുറച്ച് ഈ ബണ്ണീനെ കൊല്ലാനുള്ള പുറപ്പാടിലാണ് ഗൈസ്. ബണ്ണിയാണെങ്കിൽ ഒടുക്കത്തോട്ടമാണ്. ഇതിനെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നണില്ല. ഒടുക്കത്തോട്ടം ഗൈസ്. അത് നിക്കടാടാ, ഞാനത് കൊന്നു തിന്നോട്ടെ തന്നെ. വിശക്കണ് ഗൈസ്. ഇവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ഒരു മീറ്റേ കിട്ടിയുള്ളൂ. മോശമായി പോയി ഗൈസ്. ഇവന്മാരൊക്കെ നോക്കി കൊല്ലാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഫുഡ് കിട്ടാണ്ട് നമ്മൾ ചാവും ഗൈസ്. ഇവനെയും കൊല്ലാം ഗൈസ്. അവന് അതേ HP ഇല്ല, അതുകൊണ്ട് ഇവനെയും കൊല്ലാം. HP ഇല്ലാത്തവന് ഭയങ്കര തീരും ഗൈസ്. ഇവന്റെ നമുക്ക് ബണ്ണി ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവന്റെ നമുക്ക് ബണ്ണി ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബണ്ണി ഫ്രൂട്ട് ഒരാൾക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. അയാൾ ഇവിടെ വന്നിട്ടില്ല ഗൈസ്. നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം. ആ ഫുഡും നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കുക്ക് ചെയ്യണം ഗൈസ്. ഇവിടെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്താ എടുക്കാൻ പറ്റാത്ത ഗൈസ്? ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്. അത് കുക്ക് ചെയ്ത് തിന്നാം നമുക്ക്. കുറെ ഗൈസ്, എൻ്റെ വയറ് ഫുള്ളായി ഗൈസ്. ഇനി തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഗൈസ് രാത്രി നമ്മുടെ ഈ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, അത് ഓണാക്കിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ് മാപ്പ് വേണം ഗൈസ്. ഞാൻ മാപ്പിൽ 3 വുഡ് എന്തോ വേണം. അത് വെട്ടി സെറ്റ് ആകട്ടെ. എനിക്ക് മാപ്പ് നോക്കി പോവാൻ, അല്ലാണ്ട് നടക്കൂല. മാപ്പ് നോക്കി പോകണമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാൻ 3 വുഡ് ഇട്ടിട്ടുണ്ട്. ഈ 3 വുഡും ഞാൻ കൊണ്ട് ആ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഇടട്ടെ. എന്നിട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി 3 കൂടുതൽ വുഡ് ഉണ്ടെന്ന് തോന്നുന്നു. 3 വുഡും കൂടി കിടക്കട്ടെ. ഈ അടുത്ത ക്രാഫ്റ്റിംഗ് ഉണ്ടാക്കാനാണ്. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനല്ല ഇതൊന്നും ഉണ്ടാക്കിയത്, വേറെ കാര്യം. അത്രയും കൊണ്ടൊന്നും ഇട്ടത് ഞാനല്ല ഗൈസ്. ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഞാൻ കളിച്ചപ്പോ 3 വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ബെഞ്ച് നമുക്കാണെങ്കിൽ
ഈ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ മാപ്പ് നമുക്ക് ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ് ഗൈസ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോവാൻ. ഞാൻ ഇനി ഈ മാപ്പും വെച്ചിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യട്ടെ. അതുകൊണ്ട് അവിടെ ആയിട്ടൊരു ചെസ്റ്റ് ഉണ്ട്, ഞാൻ അങ്ങാട്ടേക്കൊന്ന് പോട്ടെ. അങ്ങാട്ടേക്ക് പോയിട്ട് നമുക്ക് അവിടെയുള്ള ചെസ്റ്റ് തുറന്നിട്ട് ഗുഡ് ആക്സ് ഇട്ടോ നോക്കാം. ഗുഡ് ആക്സ് ഇട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം ഗൈസ്, പിന്നെ ഒരു ആവശ്യമില്ല ഇതിനെ പേടിക്കാനൊന്നുമില്ല ഗൈസ്. ഇവിടെ ആരെ ചത്തും തോന്നുന്നു, കൊറേ സാധനങ്ങൾ ഡ്രോപ്പായി കിടക്കണ്ടല്ല. ബാൻഡേജ് കിട്ടി, കൊറേ സാധനം കിട്ടി ഗൈസ്. കൊള്ളാരെ ചത്തയാണെന്ന് സംശയമുണ്ട്, കാരണം ഇത്രയും സാധനം ഡ്രോപ്പായി കിടക്കണമെങ്കിൽ ആരെങ്കിലും ചാവണമല്ല ഗൈസ്. ഈ ബാൻഡേജ് വെച്ച് ആരെങ്കിലും ചത്തയാൽ നമുക്ക് റിവൈവ് ചെയ്താൽ അത് വേറെ കാര്യം ഗൈസ്. ഇത് അവിടെ ആയിട്ട് എടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കാം. എന്താ ഗൈസ് ഇവിടെ എടുത്തൊരു സ്ഥലം ഉണ്ടല്ലോ, എന്നെനിക്ക് മനസ്സിലായില്ല. ഇവിടെ എന്തോ ഒരു സ്ഥലമുണ്ട്, എന്തോ ബോൾട്ടാ. നമുക്ക് എന്തോ ടൂൾ ബെഞ്ച് എന്തോ അപ്ഗ്രേഡ് ചെയ്യാം, എന്തോ ടൂൾ എടുക്കണം നമുക്ക്. ഈ ഇതെടുക്കാം ഗൈസ്, എന്തോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. വ്യൂവിനോടത്ത് സംസാരിക്കോ. എന്തോ വ്യൂ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 20 കോയിനുണ്ടെങ്കിൽ നമുക്കൊരു ഓൾഡ് ടാമിങ് ഫ്രൂട്ട് കഴിക്കാം. ടൈമിങ് ഫ്രൂട്ടും വെച്ചിട്ട് നമുക്കില്ലേ എന്താ ഫുൾഫിലൊക്കെ ടൈം ചെയ്യാൻ പറ്റും, അതായിരിക്കും ഉദ്ദേശിക്കണം. ഞാൻ കിട്ടോ നോക്കട്ടെ, കിട്ടണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഗൈസ്. അവിടെ എടുത്ത ചത്തറൊക്കെ ഉണ്ട്, അവനെ പോയി എന്റെ ബാജേജും കൊണ്ട് റിവൈവ് ചെയ്യാം. എല്ലാവരും വേണമല്ലോ ഗൈസ്, അതുകൊണ്ടാണ്. ഇവിടെ കിടക്കണ കിടപ്പ് കണ്ട ഗൈസ്. അവനെ ഹീൽ ചെയ്തേ ഗൈസ്, അവനെ ഹീൽ ചെയ്തല്ല. എന്താണ് ഹീൽ ചെയ്ത് ഗൈസ്? ഓടിച്ചു റിവൈവ് കാണിച്ചായിരുന്നു ഗൈസ്. ഞാൻ റിവൈവ് ചെയ്തായിരുന്നു, സത്യമായിട്ട് ഞാൻ റിവൈവ് ചെയ്തായിരുന്നു. അതെന്റെ സാധനം കൂടെ കിടക്കുന്നു, അവിടെ കിടക്കും. ടേക്ക് ഇനി ഇവനെ റിവൈവ് ചെയ്യാം, എനിക്ക് അവനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ബാൻഡേജ്. അതും വെച്ചാ ഞാൻ റിവൈവ് ചെയ്ത. എനിക്കുണ്ടായിരുന്ന ബാൻഡേജ് ഞാൻ എന്നെ തന്നെ റിവൈവ് ചെയ്തെന്ന് തോന്നണം. ഗൈസ് എനിക്കുണ്ടായിരുന്ന ബാൻഡേജ് ഞാൻ എന്നെ തന്നെ റിവൈവ് ചെയ്ത്, എന്നുവെച്ചാ ലൈഫ് ഓൾറെഡി ഫുള്ളായതെന്ന് തോന്നണം. അപ്പൊ അവന്റെ ബാൻഡേജ് ആയിരുന്നു അവിടെ കിടക്കണം, ആ ബാൻഡേജ് വെച്ചാണ് അവനെ റിവൈവ് ചെയ്ത. അതാണ് അവൻ പറഞ്ഞ ഐ ഹാവ് ബാൻഡേജ് എന്ന്. നമുക്ക് എന്തായാലും ഇനി നമ്മളെ ബീച്ചിലേക്ക് പോവാം. ഞാൻ മാപ്പ് നോക്കട്ടെ വേറെ എല്ലാം വന്നിട്ടുണ്ടാന്ന്. ഇവിടെ ആയിട്ട് ഒന്നുണ്ട്, ഇവിടെ ആയിട്ട് ഗൈസ് അങ്ങ് അറ്റത്തായിട്ടൊരു ജസ്റ്റ് ഉണ്ട്. ആ ജസ്റ്റ് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, ചിലപ്പോ ആ ജസ്റ്റിന് എനിക്ക് ഗുഡ് ആക്സ് കിട്ടിയാലോ. ആ ജസ്റ്റിനെടുത്താ അവിടെ ആയിട്ട് ആ വശത്തേക്ക് പോയാൽ മതി, അപ്പൊ നമുക്കൊരു ജസ്റ്റ് കിട്ടും. നേരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു വുൾഫ് ഉണ്ട്, ആ വുൾഫിനെ കണ്ണിപ്പെടാൻ നയിച്ചിന് പോവാ. കണ്ടാലും നമുക്ക് കൊല്ലേണ്ടി വരും, അല്ലാണ്ട് പിന്നെ അത് പറയണ ഗൈസ്. ഇതിന്റെ ഉള്ളിലാണോ ഗൈസ്? ഇതിന്റെ ഉള്ളിലല്ല, വേറെ എവിടെയായിട്ടാ. നേരെ ഇങ്ങാട്ടേക്ക് വേണം ഗൈസ്, ഇങ്ങാട്ടേക്ക്. ഇവിടെ ആയിട്ടൊരു ലാഡർ ഉണ്ട്, ഇതിന്റെ പൊക്കത്തേക്ക് കയറണം. ഇതിന്റെ പൊക്കത്തേക്ക് കയറുമ്പോഴാണ് നമുക്കൊരു ചെസ്റ്റ് ഉള്ള. ഇവിടെ ആയിട്ട് എന്തോ ഡിയറിനെ കുറിച്ച് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് സൂം ചെയ്യാം കാണും. The deer just watches me. It does not seem to come closer. I don't think it likes my flashlight or my campfire. എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അത് നിങ്ങളാണെങ്കിൽ ഗൂഗിളിൽ പോയൊക്കെ നോക്കിക്കോ. എനിക്ക് മീനിങ് ഒന്നും മനസ്സിലായില്ല ഗൈസ്. ഞാൻ എന്തായാലും ഈ ജസ്റ്റ് ഓപ്പൺ ചെയ്യട്ടെ. ഈ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലത് കിട്ടിയാലോ. എന്താ കിട്ടിയേക്കണ? ലെതർ ബോഡി എന്തോ കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തോ ഞാൻ ഇട്ടേക്കണില്ലേ, അത് ലെതർ ബോഡിയാണ് ഗൈസ്. നമ്മുടെ ഈ സ്ഥലം ക്യാമ്പ് ഫയറിലേക്ക് നമുക്ക് പോവാം ഇപ്പൊ, അല്ലെങ്കിൽ നമ്മുടെ ഡിയർ എല്ലാം നമ്മൾ കൊല്ലാൻ ചേർത്തിട്ടുണ്ട്. ഈ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാം, അപ്പൊ പിന്നെ ഡിയർ നമ്മളെ കാണുമ്പോ ഡിയർ ഓടിപ്പോകും ഗൈസ്. നമുക്ക് എന്തായാലും വേഗം നമ്മുടെ ക്യാമ്പ് ഫയറിലേക്ക് എത്താം ഗൈസ്. വേഗം ക്യാമ്പ് ഫയറിലേക്ക് എത്താം. ഡിയർ വന്ന് നമ്മളെ കൊല്ലുന്ന സംശയമാണ്. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് വേഗം തന്നെ ക്യാമ്പ് ഫയറിലേക്ക് പോകണം. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് ഗൈസ്. വുൾഫ് ഞാനിപ്പോ ചാവും ഗൈസ്. വുൾഫ് വേഗം ക്യാമ്പ് ഫയർ ഗൈസ്. ഞാൻ ചാവാറായി ഗൈസ്. ഇപ്പൊ ചാവും ഗൈസ്. ജസ്റ്റ് മിസ്സാണ്, ഞാൻ ചാവണ്ടാണ്. ജസ്റ്റ് മിസ്സാണ്, ഞാൻ ചാവണ്ട ആളാണ്. ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തിന്നട്ടെ ഗൈസ്, എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്.
ഞാൻ അതൊക്കെ തിന്നാനായിരുന്നു. ഇവൻ കുറച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിന്ന്. പക്ഷെ അത്രയും പോരാ, ഇവിടെ ഒരെണ്ണം കൂടി കിടക്കണ്ട്, അതും കൂടി നമുക്ക് തിന്നാം. അതും കൂടി ഞാൻ തിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ബാറ് ഫുള്ളായിട്ടില്ല. ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കിത് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 10 ബോൾട്ടും 15 വുഡും വേണമെങ്കിൽ. ഞാനാണെങ്കിൽ ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ ഞാൻ ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പസ് ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ബോൾട്ടും ഇല്ല, അത് വേറെ കാര്യം. പിന്നെ നമുക്കാണെങ്കിൽ വുഡ് റെയിൻ സ്റ്റോറേജ് ഉണ്ട്, അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. തൽക്കാലത്തേക്ക് ഇത്രയും മതി ഗൈസ്. ഞാനിവിടെ ഒരെണ്ണം ബെഡ് ക്രിയേറ്റ് ചെയ്യാൻ പോലെയാണ്. ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ. നമുക്കിത് ഇവിടെ ഒരു സ്റ്റോറേജ് ഇട്ടാ. അയ്യോ ഇതെടുക്ക്, ഇതെടുത്ത് നമുക്കിത് ഇവിടെ ഇട്ട് വെക്കാം ഗൈസ്. ഇവിടെ ഒരു വുഡ് സ്റ്റോറേജും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടം വരെ റേഞ്ച് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടം വരെ ആയിട്ട് എന്നാണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ എത്ര വരെ റേഞ്ച് ഉണ്ടോ. ഇവിടെ ആയിട്ട് എടുത്തിട്ട് മരുന്നോട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് വളരണില്ലല്ലോ ഗൈസ്. നമുക്കാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ലെവൽ എത്ര വരെ എത്തിക്കണമെന്ന് അറിഞ്ഞൂടാ ക്യാമ്പ് ഫയർ മാക്സ് ആക്കാനായിട്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമുക്ക് ഈ ഡൈനോക്കിറ്റിനെ തപ്പാം ഗൈസ്. ഡൈനോക്കിറ്റിനെ തപ്പാനായിട്ട് നമ്മൾ അങ്ങാട്ടേക്ക് പോകണമെന്ന് പറയണം. അങ്ങാട്ടേക്ക് കുറച്ചുകൂടി അങ്ങാട്ടേക്ക് പോകണമെന്ന് ഇവര് പറയണം. ഞാൻ അങ്ങാട്ടേക്ക് പോയി ഡൈനോക്കിറ്റിനെ രക്ഷിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ അതേണ്ട് അവിടെ ആയിട്ടാണ്, അവിടെ ആയിട്ടൊരു ഗുഹ പോലെ കണ്ടില്ലേ. ഞാൻ അങ്ങാട്ടേക്ക് പോയിട്ട് ഡൈനോക്കിറ്റിനെ രക്ഷിക്കാൻ പോവാണ് ഗൈസ്. എന്റെ പുറകിലായിട്ട് വേറെ എടുത്ത് ഗൈസ് എടുത്ത് വേർമുട്ടല്ല പുൾപ്പ്. ഇവനെ ഞാൻ കൊല്ലും. എന്നെ കൊല്ലാൻ വന്ന ഞാൻ നിന്നെയും കൊല്ലണം. വാട ഗൈസ്. ഞാൻ ചത്ത് ഗൈസ്. ചാവണേന് മുമ്പ് ഞാൻ എനക്ക് കൊന്നിട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ചത്താലേ, സത്യമായിട്ട് ഞാൻ ചത്താലേ. ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു. ഇവിടെ ആയിട്ട് ഒരു വീടുണ്ട്, ഇവിടെ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ആയിട്ട് വുഡ് ആക്സ് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. വുഡ് ആക്സ് കിട്ടണേ എനിക്ക് ഭാഗ്യമായിരുന്നു. എല്ലാം കഴിച്ചായി നമുക്ക് വുഡ് ആക്സ് കിട്ടിക്കായി. ഇതിനായിട്ട് അരച്ച് അവന്റെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എന്റെ കയ്യിൽ ലൈഫ് ഫുള്ളല്ല. നമുക്കിപ്പോ ക്യാമ്പ് ഫയറിലേക്കാ പോണ്ട, അതുകൊണ്ട് ഞാൻ ക്യാമ്പ് ഫയറിലേക്ക് പോണേ. എനിക്ക് വീഡിയോ ലോങ് ആവുന്ന എനിക്ക് തോന്നണം മിക്കവാറും. ഇവിടെ ആയിട്ടൊന്ന് അൺകവർ ചെയ്യാനുണ്ട്. അതിന് ഷവ്വല് കണ്ടോ എന്തോ ഇവിടെ ആയിട്ടെന്തോ ട്രഷർ ഉണ്ടെന്ന് കാണിക്കണം. ആ ട്രഷറാണ് നമ്മൾ എടുത്തതെന്ന് തോന്നണം. ഇവിടെ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാ പോകണ്ട, ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇതല്ലേ ട്രഷർ, അതായിരിക്കും ട്രഷർ എന്ന് ഉദ്ദേശിക്കണം. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു പാർട്ട് 2 ചെയ്യാം ഗൈസ്. ഇതെന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ തന്നെ ഒരു പാർട്ട് 2 ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.